അപ്പോൾ പെൺപിള്ളേർ വരെ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പൈസയ്ക്ക് നേർച്ച ഇടുമ്പോൾ ജയനെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതാൻ പോണത്. D4Man ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കുവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ സാറിൻ്റെ 87ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് സാഹിത്യ അക്കാദമി ഹാളിൽ ജയദീപം ജയൻ ഫാൻസ് ഇൻ്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിന ചടങ്ങിൽ ജയൻ്റെ കഥ എന്ന പുസ്തകം രചിച്ച ജോഷി ജോർജ് സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. ജയനെക്കുറിച്ച് ഞാൻ ആദ്യമായി ഒരു ജീവിതകഥ എഴുതി എന്നുള്ളത് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ജയൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നത്തെ തലമുറ അറിയേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, മിമിക്രി താരങ്ങളാണ് ജയനെ വീണ്ടും ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നതെന്ന്. അതൊരു ചെറിയ കാരണം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഇതുപോലെയുള്ള മൊബൈലോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 2-3 വീടിൻ്റെ അപ്പുറത്തുള്ള ജയൻ സ്നേഹികളാണെങ്കിലും പരസ്പരം വല്ലപ്പോഴും ഇങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ. ഇതെല്ലാം കൂടി വന്നപ്പോൾ ഉരുണ്ടുകൂടിയ ഒരു വലിയ പർവ്വതമായി മാറിയ ആരാധകരുടെ ഒരു പർവ്വതമാണ് ഇന്ന് ലോകത്തുള്ളത്. സത്യത്തിൽ 2 സിനിമാ താരങ്ങളാണ് ലോകത്തിൽ ഇതുപോലെ ഉദിച്ചു നിൽക്കുന്നത്, മരണാനന്തരം ഉദിച്ചു നിൽക്കുന്നത്, അനശ്വരരായിട്ട് നിൽക്കുന്നത്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബ്രൂസ്ലി എന്ന വ്യക്തി പുരുഷ സൗന്ദര്യത്തിൽ നോക്കുമ്പോൾ ഒന്നുമല്ല, 2 കാലും ഒപ്പമൊത്തുമില്ല, ഒരു കാലിന് പൊക്കക്കുറവുണ്ട്. പക്ഷെ ആ മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ പേരിലാണ് അദ്ദേഹം ആദ്യമായി ഈ കളരി അഭ്യാസം പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് ഒപ്പമൊത്തുമില്ല, വളരെ ക്രിഞ്ചി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ആശാൻ ഓടിച്ചു വിട്ടതാണ്. ആ ഓടിച്ചു വിട്ടെടുത്തുനിന്ന് മനസ്സിൽ ഈ കാണുന്ന വഴിയിൽ അടിയിൽ നിൽക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇടിച്ച് ലോകം കീഴടക്കിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ കേവലം 7 വർഷം കൊണ്ട് മലയാള സിനിമയെ കീഴടക്കിയ അതുല്യ പ്രതിഭ ജയൻ. 128 സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. അത് റെക്കോർഡൊക്കെ ഇട്ട ആളുകളുടെ മുമ്പിൽ ഒന്നുമല്ല, അതും പലതും ചെറിയ വേഷങ്ങളിലാണ്. ജയൻ മരിച്ചതിന് ശേഷം ഒരു 20 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നോട് അന്നത്തെ രാഷ്ട്രദീപിക സിനിമയുടെ എഡിറ്റർ, ഈ നാട്ടുകാരനാണ്, നമ്മുടെ കാർളം ബാലകൃഷ്ണൻ്റെ മകൻ ബാലകൃഷ്ണൻ, എന്നോട് പറയുന്നത്. അപ്പോൾ അത് പറയാനൊരു കാര്യമുണ്ടായി. ഞങ്ങൾ സാധാരണ പ്രസ് ക്ലബ്, ഞാനന്ന് കേരള ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രത്തിലാണ്, പ്രസ് ക്ലബിലെ വാർഷികത്തിന് എന്തോ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പത്ര ഓഫീസിൻ്റെ തൊട്ട് താഴെ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു, നല്ല മനുഷ്യനാണ്. അദ്ദേഹം 7 വർഷം ജയൻ്റെ റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നു, എറണാകുളം സൗത്തിൽ ആ പുളിക്കൻ്റെ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അടുത്തുള്ള റൂമിൽ. അപ്പോൾ ഇദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു, ഞാനിങ്ങനെ തമാശയ്ക്ക് എപ്പോഴൊക്കെയോ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ ജയനെക്കുറിച്ച് ഒരു പരമ്പര നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ല കുഞ്ചാക്കോ ബോബനോ കാവ്യ മാധവനോ എഴുത്, അല്ലാതെ അതുവല്ലത് എഴുതിയ ആളിൽ വായിക്കാണ്ട് ഇപ്പോൾ ജയനെ വായിക്കുമോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതല്ല, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് എന്നും ട്രെയിൻ വരിക. അപ്പോൾ ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽസിൻ്റെയും സ്വർണ്ണക്കടകളുടെയൊക്കെ പരസ്യത്തിൽ ജയൻ ഇങ്ങനെ നല്ല ശക്തനായിട്ട് നിൽക്കുന്ന ജയൻ്റെ പടമൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻ പയ്യൻ വന്നു. അവൻ കാലടി ശ്രീ ശങ്കര കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ഈ പൊതി എന്താണെന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ ഒന്ന് പിടിച്ചപ്പോൾ അവൻ ബലമായിട്ട് പിടിച്ചപ്പോൾ ഞാൻ തട്ടിപ്പറിച്ചപ്പോൾ ഒരു ബെൽ ബോട്ടം പാൻ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണെന്ന് ചോദിച്ചു. പറഞ്ഞു, ചേട്ടാ ഞങ്ങളിപ്പോൾ ഈ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ജയൻ ഫാൻസ് അസോസിയേഷൻ്റെ വലിയ ആഘോഷങ്ങളൊക്കെയാണ്, അപ്പോൾ ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബെൽബോട്ടം പാൻറ്റ് ഇടുന്നത്. അന്നേരത്തെ ബെൽബോട്ടത്തിന് ഒരു പ്രസക്തിയില്ലാത്ത സമയത്താണ്. അപ്പോൾ ഞാൻ ഈ ഇണക്കത്ത് ചോദിച്ചത് എങ്ങനെയൊക്കെയാണ് അത്. അപ്പോൾ പെൺപിള്ളേർ വരെ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പൈസയ്ക്ക് നേർച്ച ഇടുമ്പോൾ ജയനെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതാൻ പോണതെന്ന്. അപ്പോൾ എനിക്കൊരു കൗതുകമായി ഞാൻ അന്ന് തന്നെ ഈ ബാലകൃഷ്ണൻ വിളിച്ചു. ബാലകൃഷ്ണൻ, നിങ്ങളുടെ റീഡിങ് വളരെ കറക്റ്റായിരുന്നു, എൻ്റെ റീഡിങ്ങാണ് മോശം, പക്ഷേ എന്നാലും ഒരു പരമ്പരയൊന്നും തുടങ്ങാനൊന്നുമില്ല, ഞാൻ 1-2 ലക്കത്തിലേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് എഴുതി തുടങ്ങിയപ്പോൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം എന്നെ അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച് ജോസ് പ്രകാശിൻ്റെ മകൻ രാജനാണ്.
രാജൻ ഓരോരുത്തരെ വിളിച്ച് കണക്ട് ചെയ്ത് തരിക. അപ്പോൾ OEN-ൻ്റെ ജനറൽ മാനേജരൊക്കെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 1-2 ആഴ്ച പിടിക്കും. പക്ഷേ ഇത് അദ്ദേഹം രാത്രി എന്നെ വിളിക്കുക. എൻ്റെ സിസ്റ്ററുടെ കല്യാണത്തിന് വന്നപ്പോൾ ജയൻ ഞങ്ങളോട് കാണിച്ച സഹകരണം അത് മറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത്, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസുണ്ട്, അല്ലെങ്കിൽ അത് എടുപ്പിക്കാം, എവിടെ വേണമെങ്കിൽ കൊണ്ടുത്തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു അനുഭവം ജീവിതത്തിൽ ഞാനൊരു 10-15 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പുസ്തകത്തിന് കിട്ടിയ ഒരു അംഗീകാരം ഇപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അംഗീകാരം. സത്യത്തിൽ ഈ 7 വർഷത്തെ സിനിമാ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ സാഹസികനായ ഒരു യഥാർത്ഥ ജയൻ അതിനു മുമ്പായിരുന്നു. ഈ ജയൻ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന, കോരിത്തെരിപ്പിക്കുന്ന ഒരു ജയൻ. മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല, ഈ ലോക സിനിമയിൽ ഇതുപോലെ ഒരു പൗരുഷമുള്ള ഒരു നടൻ ഉണ്ടായിട്ടില്ല. സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായി നിൽക്കുന്ന ഒരു ജയൻ. ആ ജയനെ ആര് കണ്ടാലും ഒന്ന് മോഹിച്ചു പോകുന്ന ജയൻ. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അദ്ദേഹം വളരെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വന്നവനാണെങ്കിലും അക്കാലത്ത് അവിടെ ഒരു നാട്ടിലൊരു ഗുസ്തി നടന്നു. ഒരു രാമേന്ദ്രൻ, ഒരു ഗാട്ടാ ഗുസ്തിക്കാരനായിരുന്നു. ആ ഗുസ്തിക്കാരൻ്റെ ഗുസ്തി കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന് അടക്കാനാവാത്ത ഒരാഗ്രഹം, ഈ ഗുസ്തി പഠിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ് ഇതൊക്കെ എന്ത് പഠിപ്പിക്കാനൊന്നും പറ്റില്ല, സമയമില്ല. പക്ഷേ ഈ ആളുടെ താല്പര്യം കണ്ടും അന്ന് വലിയ തടിയൊന്നുമില്ല. ആ ഗുസ്തി പഠിച്ചത് കൊണ്ട് ഒരു ഗുണം കിട്ടിയത്, ഓരോ ഞരമ്പുകളിലും ഓരോ ദശകളിലും ഈ ഗുസ്തിയുടെ ഫലം കൊണ്ട് അതെല്ലാം വളരെ ആക്റ്റീവായി. അതാണ് ഗുസ്തിയുടെ ഒരു ഗാട്ടാ ഗുസ്തിയുടെ, അതിപ്പോൾ പലർക്കും ഇവിടെ ഇല്ലാത്ത ഒരു കാര്യമാണ്. ആ ഗാട്ടാ ഗുസ്തി പഠിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് നേവിയിലെ ശിക്ഷണം, അത് അതിനേക്കാൾ മഹത്തരമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നേവിയിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ നേവിയിലെ ഒരു ബാർബറായിരുന്ന ഒരു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ആഴ്ചയിൽ 2 ദിവസം എറണാകുളത്തെ ഈ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മുഖത്ത് മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ നീരും ഉടച്ച് ചേർത്ത് ഈ ഇങ്ങനെ പിടിച്ച് അപ്പോൾ പറയും, മമതയെ കുറച്ചുകൂടി എന്ന് പറയും. അപ്പോൾ ആ ഡയലോഗൊക്കെ ജയരാജ് സാറിനെ പോലെയുള്ളവർക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പറയാം, മമതയെ കുറച്ചു. അപ്പോൾ അങ്ങനെ ഒരു 1 മണിക്കൂർ നേരം എണ്ണ തേച്ച് കുളിക്കുക. അത് കഴിഞ്ഞ് ആഴ്ചയിൽ 2 പ്രാവശ്യം നഖമൊക്കെ വെട്ടി എപ്പോഴും ടിപ്പ് ടോപ്പായിട്ട് കുട്ടപ്പനായിട്ട് നിൽക്കും. അങ്ങനെ ഒരാളെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ സാറാണ്. ഞാൻ ഒരു ബേസിക് ഒരു കാർട്ടൂണിസ്റ്റാണ്, എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരനും അദ്ദേഹം ഗസ്റ്റായിട്ടുള്ളതല്ല, എപ്പോഴും ഇതുപോലെ ടിപ്പ് ടോപ്പായിട്ടിരിക്കുന്ന ഒരാളാണ്. വളരെ നീറ്റായിട്ട്, അങ്ങനെ വളരെ കുറച്ച് വീടുകളിൽ വരുമ്പോഴത്തേക്കും കള്ളിമുണ്ടോ കയ്യിലോ ഒക്കെ കൊടുത്ത് പോകുന്നതല്ലേ. ഇത് അങ്ങനെയല്ല, ഇത് ഏത് അവസരത്തിലും ഇതുപോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു ശോഭയോടുകൂടി നിൽക്കുന്നു. അത് എറണാകുളത്ത് വന്നപ്പോൾ എറണാകുളത്തെ ജമിനേഷൻ കണ്ടുപിടിച്ച് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുകയാണ്, കൂടെയുള്ളവരെയും കൊണ്ടുപോകും. ഇതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നിയത്, ഇത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ രാജൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ രാജനാണ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ജാവ എന്ന് പറയുന്ന വാഹനം, അത് വാഹനങ്ങളൊക്കെ വളരെ കുറച്ചുള്ളൂ, ഇന്നത്തെ മാതിരി ഒന്നും നേരത്തെ ഒന്നും കിട്ടുമൊന്നുമില്ല. PV ജോർജ് തരകൻ കമ്പനിയുടെ ഇന്ന് ജാവ, സാർ പറഞ്ഞാൽ ചെറിയൊരു അബദ്ധം പറ്റി, ബുള്ളറ്റല്ല ജാവ, ഇരട്ടക്കുഴലുകളുള്ള ഈ ജാവ വാങ്ങിച്ചതിന് ശേഷം എറണാകുളം സൗത്തിൽ നിന്ന് മിക്കവാറും ദിവസങ്ങളിലും ആലുവ ചുറ്റി UC കോളേജ് വരെ ഒരു യാത്രയുണ്ട്. ഈ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടീസ് ചെയ്താണത്. അത് ജാവ കമ്പനിയുടെ ഒരു റിപ്പയർ, ഒരു ശിവനുണ്ട്, ആ ശിവനെയും കൂട്ടുപിടിക്കും ഇടയ്ക്കൊക്കെ, ഈ വണ്ടിക്ക് ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തും. അങ്ങനെ ഇതങ്ങോട്ട് കയറിയിരുന്ന് ഈ ജാവയിലിരുന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദം. അപ്പോൾ അന്ന് എറണാകുളത്ത് ഇത്തരം വണ്ടികളൊന്നുമില്ല. പിന്നെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ആളുകളെയൊക്കെ ജയന് പരിചയമാണ്. പിന്നെ ജയനൊരു കൗതുകമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മഹാരാജ് കോളേജിൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം പിന്നെ സെൻറ്റ് തെരേസ്യസ് ആണ്. ഈ സെൻറ്റ് തെരേസ്യസ് കോളേജിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ വണ്ടി ഇടിച്ചിടിച്ച് നിൽക്കും. ഇടിച്ചിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞ് താഴെ പുള്ളി അതിങ്ങനെ ഇറങ്ങുന്നിട്ടുണ്ടെങ്കിൽ കോമ്പസ് കൊണ്ട് നമ്മൾ വൃത്തം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ കാലം അദ്ദേഹത്തിൽ വീശി, എനിക്കൊന്നും പറ്റില്ല, 60 വയസ്സായി. അപ്പോൾ അങ്ങനെ വീശി ഇറങ്ങി ആ ഒറ്റ കൈ കൊണ്ട് ഈ വണ്ടി ബാക്കിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് എന്താ കംപ്ലൈൻറ്റ് എന്ന് പുള്ളിക്കറിയാം. പുള്ളി മഹാരാജ് കോളേജിൻ്റെ അവിടെ വരുമ്പോഴേക്കും ഈ പെട്രോൾ പോകുന്ന കുഴൽ പതുക്കെ ഊരിയിടും. അപ്പോൾ അങ്ങനെ ഇടിച്ചിടിച്ചിരിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ. തിരിച്ചു വന്നാൽ അതൊക്കെ ഒന്ന് ഊതി. അപ്പോൾ ആ ഊതി നിന്ന് നോക്കുകൊണ്ട് സെൻറ്റ് തെരേസ്യസിലെ കാണേണ്ടവരൊക്കെ കാണുമെന്നാണ് കിഞ്ചന വർത്തമാനം, അറിയില്ല. അപ്പോൾ കണ്ട് സല്യൂട്ടൊക്കെ കൊടുത്ത് ഓരോ
പിന്നെ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴും മട്ടുപ്പാവിലും അവിടെ ഒക്കെ കൃത്യസമയത്താണ് പോകുന്നത്. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാത്ത കറക്റ്റ് സമയത്ത് പോകുന്നതുകൊണ്ട് കുളിച്ചൊരുങ്ങിയ ആളിലെല്ലാം നിന്ന് അത് UC കോളേജിൻ്റെ അവിടം വരെ പോയി തിരിച്ചു വരുന്ന ഒരു യാത്രയുണ്ട്. ഇത് കൊച്ചിക്കാരെ മുഴുവൻ ഹരം പിടിപ്പിച്ച ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ടായി, ഒത്തിരി സ്നേഹിതരുണ്ടായി. ഈ സ്നേഹിതർ ചുമ്മാ ഉണ്ടാവുന്നതല്ല, ഇങ്ങനെ ഷോ കാണിച്ച് നടന്നാലൊന്നും ആരും ഇല്ല. അവർക്കൊരാവശ്യം വന്നാൽ A to Z ആദ്യം മുതൽ അവസാനം വരെ ഈ ശിവൻ്റെ വീട്ടിൽ ശിവൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വസ്ത്രം എടുക്കുന്നതിനും കൂടെ എല്ലാത്തിനും നടന്ന് ആ വീട്ടിലെ ഒരംഗത്തേക്കാൾ ഭയങ്കരമായിട്ട് സ്നേഹം അങ്ങ് വാരി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്വീകരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ആ കാലത്ത് മദ്യപിച്ചിരുന്നില്ല. അതൊരു വലിയ സവിശേഷത. ബാറുകളിലും ക്യാമറ കാണാനൊക്കെ ഇവർ പോകും. പക്ഷെ അതിനുശേഷം ഇവർക്ക് ചിലവാകുന്ന പൈസ ഒരു ജെറോം, നേരത്തെ പറഞ്ഞ പിന്നെ നന്ദകുമാർ, ഇങ്ങനെ ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ കൂടെ ഇവരിങ്ങനെ ഹരമായി പോയിട്ട് ഷെയർ കൃത്യമായിട്ടിടും. ആ ഷെയർ ആ പൈസ കൊടുക്കും. അത് ഒരിക്കലും മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അതിനൊരു കുറവ് കാണിക്കുകയോ ചെയ്യില്ല. അദ്ദേഹത്തിന് കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് പൈസ മുടക്കാനുള്ള ഇതുണ്ട്. ഇങ്ങനെ ഈ ജോസ് പ്രകാശിൻ്റെ മകനുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ നിന്നാണ് സിനിമയോട് കൂടുതൽ അടുക്കുകയും ജോസ് പ്രകാശുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പോയത്. ആ സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഒരു ദിവസം ഷേണായിസ് തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് ജയനും ജെറോമും ഇതുപോലെ 3-4 പേര് കൂടി ചെന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ആരോ ഒരാൾ പോയി. അദ്ദേഹം ഒരു മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ഒരാളാണ്, സുഹൃത്താണ്. അദ്ദേഹം ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഷോ കാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ തിയേറ്ററിലുണ്ടോയെന്ന് അറിയില്ല. ഇത് എല്ലാം പുതിയ വരാൻ പോകുന്ന സിനിമയുടെ ഷോ കാർഡെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ നേവിയിൽ, അതൊരു ഇറാനിയൻ നേവിയിലെ 2 ഉദ്യോഗസ്ഥർ ഒരു വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഈ ക്യൂ നിൽക്കുന്നവരൊക്കെ തെറ്റിച്ച് ആ ക്യൂവിലേക്ക് കിട്ടിയിട്ട് ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെന്ത് പരിപാടി, ഞങ്ങളിങ്ങനെ ക്യൂ നിന്നിട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾക്ക് ഷോപ്പ് വന്നു. അയാൾ അവിടെ ഇരുന്ന സൈക്കിളിനടുത്ത് ഇങ്ങനെ എറിയാനായിട്ട് നിൽക്കുമ്പോഴാണ് ജയൻ വന്നിങ്ങനെ തിരിച്ചതിനെ പിടിച്ച് ആ സൈക്കിള് താഴെ വെച്ചു. ഈ വെച്ചപ്പോൾ അന്നൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ ബൈക്കൊന്നും അല്ല കൂടുതൽ, സൈക്കിൾ ഇങ്ങനെ നിരയായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം മറിഞ്ഞ് ടക്കടേ എന്ന് ഈ സൈക്കിളെല്ലാം താഴെ പോയി. അതിനുശേഷം ഇയാൾ പറഞ്ഞു ഞങ്ങൾക്കതിനുള്ള അധികാരമുണ്ട്, ഞങ്ങൾ എടുക്കുമെന്ന് പറയുമ്പോൾ ജയൻ ആ ആളെങ്ങനെ വട്ടം കയറി അങ്ങ് പിടിച്ചു നല്ല വലിയ മനുഷ്യനാണ്. ആ ഇറാനിയന്മാരെ കണ്ടിട്ടില്ല, ഇറാനിയൻ സിനിമയെ കണ്ടിട്ടില്ല, അതുപോലെ ആ മനുഷ്യനെ കയറി ഇങ്ങനെ ഞെരിച്ച് പിടിച്ചു. എന്നിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു. പോയവരും നിന്നവരും വന്നവരൊക്കെ 2 ഞോണ്ടും തട്ടുമൊക്കെ കൊടുത്ത്. അത് ഈ സമയത്ത് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇത്രയും വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് സാധാരണ പോലീസുകാർക്കൊന്നും ഈ കേസ് എടുക്കാൻ പറ്റില്ല. കമ്മീഷണറുടെ രാത്രി ആയതുകൊണ്ട് കമ്മീഷണറുടെ ക്യാമ്പിൽ പോയി ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മീഷണർ പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാം, അവർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും പിന്നെ ഇത് ആ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. അങ്ങനെ കഡാരി ബാഗിലുള്ള നേവിയുടെ ഒരു സ്ഥലത്ത് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഇറാനിയൻ ഉദ്യോഗസ്ഥന്മാർ നിശ്ചയിച്ചു. എത്ര സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് പോരെ. അപ്പോൾ ഇവർക്കൊരു പേടിയായി. ജയനല്ല കൂടെ ഉള്ളവർക്ക് ഇനി വിളിച്ചുകൊണ്ട് ഈ ഭക്ഷണമൊക്കെ തന്നിട്ട് നല്ല തല്ലുവല്ലം തരാനാണോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഈ ആ ഹോട്ടലിൽ കയറണമെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, പാൻറ്റും ഷർട്ടും കോട്ടും ഷൂ ഒക്കെ വേണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇല്ലല്ലോ. അതിനുവേണ്ടി തൊട്ടടുത്തുള്ള ലോബി ഇങ്ങനെയുള്ളവരെ നല്ലത് ഒറ്റ രാത്രി സംഘടിപ്പിച്ച് ഇതെല്ലാം ഇട്ട് അകത്ത് കോട്ടിട്ട് കയറി അവർ തന്നെ തിരിച്ചു വന്നിട്ട് ഇതിക്കിടെ ഈ കോട്ടും ഷൂ ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ കുറേ പേരെ കയറ്റി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആഘോഷം നടക്കുന്ന ഇടയ്ക്ക് ഈ ഉദ്യോഗസ്ഥൻ ഷർട്ട് ഊരി ഇട്ട് കാണിച്ചു, കണ്ടോ നിങ്ങളുടെ സുഹൃത്ത് എനിക്ക് തന്ന സമ്മാനമാണ്. ഇവിടെ ആ കൈ പിടിച്ച സ്ഥലത്തൊരു നീല പാട് കരുവാളിച്ച് കിടക്കുകയാണ്. പിന്നെ അവർ വലിയ സുഹൃത്തുക്കളായി പോകുന്നവർ വലിയ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ തമാശ കാണിക്കുന്നതിന് യാതൊരു മടിയില്ല. എന്തെല്ലാം തമാശകൾ കാണിക്കാമോ അതെല്ലാം ഒപ്പിക്കും. വളരെ സ്റ്റാൻഡേർഡായ രീതിയിലാണ്. അതൊരു സേട്ട് ഉണ്ടായിരുന്നു, MS ആൻഡേഴ്സ് എന്ന് പറഞ്ഞ് ഒരു 2 വീലറിൻ്റെ ഡീലറാണ്. അപ്പോൾ അദ്ദേഹം ആണ് ഈ തമാശകൾക്കൊക്കെ ചരട് പിടിക്കുന്നത്. അത് ഇവർക്കറിയാം. അപ്പോൾ ഒരു ദിവസം ജയനെ ഒന്ന് പരീക്ഷ കളയാം എന്ന് വിചാരിച്ച്, അപ്പോൾ ജയനപ്പോൾ ഇഷ്ടംപോലെ ആരാധകരുണ്ട്, പലപ്പോഴും കത്തുകളൊക്കെ വരാറുണ്ട്. ഒരു സ്ത്രീയുടെ ഒരു കത്ത് വന്നിരിക്കുന്നു, എനിക്ക് അങ്ങേ ഒന്ന് കാണണമെന്നുണ്ട്, നല്ല പിന്നെ എല്ലാ ദിവസവും യാത്ര കാണാറുണ്ട്, പക്ഷെ ആ കൂട്ടുകാരൻ നന്ദകുമാറിനെ കൂട്ടണ്ട, നമുക്ക് ഒറ്റയ്ക്ക് കണ്ടാൽ മതി. ആലുവയിൽ സ്റ്റാൻഡിൽ ഞായറാഴ്ച ഒരു 10 മണിക്ക് ഞാൻ വരും, ചുവന്ന സാരി വെള്ള ബ്ലൗസ് ഇട്ട് ഒരു ചുവന്ന പൊട്ടൊക്കെ കുത്തിയായിരിക്കും വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോകാനായിട്ട് പദ്ധതി ഇട്ടിരുന്ന ഞായറാഴ്ചയാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കിന്ന് വേറൊത്തിരി അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് കാണാനായിട്ട് ഒരു 11 മണിയെന്ന് പറഞ്ഞപ്പോൾ ഒരു 10 മണിക്ക് തന്നെ
10-10:30 ആയി കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. അന്നൊരു ഫിയറ്റ് കാറുണ്ട്, ഒരു KLF 9656 എന്ന് പറഞ്ഞൊരു ഫിയറ്റ്. അപ്പോഴേക്കും ബൈക്കൊക്കെ പിന്നെ ജാവ മാറി. അതൊക്കെ വളരെ സൈഡിൽ ഒതുക്കിയിട്ട് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ നിപ്പ് മുറി. ഈ പറഞ്ഞ മാതിരി കറക്റ്റ് 11 മണിക്ക് ബസ്സിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങി. ചുവന്ന പൊട്ടുണ്ട്, വെള്ള സാരിയാണ്, പിന്നെ ചുവന്ന സാരിയാണ്, പക്ഷെ പ്രായം 62 ഉണ്ട്. അപ്പോൾ മനസ്സിലായി ഇതെന്തോ ഒരു പറ്റിപ്പാണല്ലോ വിചാരിച്ചു. പിന്നെ ഇതും അറിയാത്ത വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സൗത്ത് ജംഗ്ഷനിലൊത്ത് ഉള്ളവർ എങ്ങനെയുണ്ട് കക്ഷിയെ കണ്ടോ, പിന്നെ വട്ടപ്പൊട്ട് ചുവന്ന്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വേവ് ലെങ്ത് പിടിയിട്ടത്. പുള്ളി തമാശമായിട്ടുള്ളതെല്ലാം കൂടി ഇതെല്ലാം ആസൂത്രണം ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാളുടെ കല്യാണ ദിവസം വന്നു. സേട്ടിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ വലിയ വിപുലമായ രീതിയിൽ പരിപാടി അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു, ഒരു തീരുമാനമെടുത്തു, ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവനാണല്ലോ നമ്മളെ ഈ വരപ്പിക്കുന്നത്, അപ്പോൾ ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചു ഇവർ പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ കല്യാണ ദിവസം വന്നു കഴിഞ്ഞ് അപ്പോൾ ബാച്ചിലർ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്ക് വേണ്ടി തലേ ദിവസം എല്ലാവരും ഒത്തുകൂടി ഇവൻ്റെ ഈ കുരുത്തക്കേടുകൾ ഒപ്പിക്കുന്ന ഷേട്ടിൻ്റെ ജീവനക്കാരനെ മദ്യത്തിൽ ഇത്തിരി പൊടി എന്തൊക്കെ കലർത്തി കുടിച്ച് ഇവൻ ബോധം കെട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. വലിയൊരു പ്ലാസ്റ്റർ കൊണ്ട് ഈ വലത് കൈ മുഴുവൻ ചുറ്റി കെട്ടി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോധമൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നീ വെളിവില്ലാതെ നീ എന്നടാ, നീ നാളെ കല്യാണത്തിന് പോകണമല്ലേ, വെളിവില്ലാതെ നീ ഉരുണ്ട് വീണത് കൈയെല്ലാം ഇപ്പോൾ ഇങ്ങനെയായി പ്ലാസ്റ്ററൊക്കെ ഇട്ടുന്നു. എന്നിട്ട് ഇവനെ വിട്ടു. വീട്ടുകാർക്ക് വലിയ വിഷമം. കല്യാണം നടക്കേണ്ട ദിവസം ചെറുക്കൻ മദ്യപിച്ചെന്ന് ആരോടും പറയുന്നില്ല, വീണതാണെന്ന് പറഞ്ഞ് ഇത് വലിയ ബാൻഡേജൊക്കെ ആയിട്ട് പുള്ളി ചെല്ലുകയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി അപ്പോൾ ആ കൂട്ടത്തിൽ വലിയൊരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു ജയനും പാർട്ടികളും കൂടി. വലുതെന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ വലിയൊരു ബോക്സിലാണ്. രാത്രിയായി കഴിഞ്ഞു. ഈ സമ്മാനം കിട്ടിയതൊക്കെ അഴിക്കുന്ന കൂട്ടത്തിൽ ഈ പെട്ടി അഴിച്ചിട്ടും തീരുന്നില്ല. അഴിച്ച് അപ്പോൾ നേഴ്സിനെയാണ് ഈ പെണ്ണ് ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത്. അഴിച്ച് തീർത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കത്രികയുണ്ട്, അതിലൊരു കുറിപ്പുണ്ട്. ഈ സഹോദരന് കൈക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളിങ്ങനെ ഒരു തമാശ കാണിച്ചാണ്, ഈ കത്രിക കൊണ്ട് സഹോദരി അതൊന്ന് വെട്ടി ശരിയാക്കി എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതോടുകൂടി അവൻ പിന്നെ ജീവിതത്തിൽ ഇത്തരം പരിപാടികൾക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള വേലത്തരങ്ങൾ കാണിക്കാനും വലിയ മിടുക്കുള്ള ആളാണ് ഞാൻ. ഈ നേവി ഉദ്യോഗസ്ഥൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇറാനിയൻ നേവി ഉദ്യോഗസ്ഥൻ അവിടെ നിന്നൊക്കെ പോയി കുറേ നാളുകൾക്ക് ശേഷം ഗോവയിൽ വെച്ചൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഒരു ക്രെയിനിൽ തൂങ്ങിക്കയറുന്ന ഒരു സീനാണ്. ആ സീനിൽ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ രണ്ട് കൈയും ക്രെയിൻ പിന്നെ കയറിൽ പിടിച്ചു കഴിഞ്ഞാൽ ലൂസായി പോകാതിരിക്കാൻ വേണ്ടി മണലിൽ കൈ മുക്കിയിട്ട് മണൽ പിടിച്ചിട്ട് അതും വെച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ കയ്യിൽ നിന്നൊക്കെ ചോര ഇങ്ങനെ ചീറ്റുകയാണ്. ഇങ്ങനെ കയറിയത് ആ പോർട്ടിലുണ്ടായിരുന്ന സകലമായ ആളുകൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവരുടെ പണിയെല്ലാം നിർത്തി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സാഹസികമായിട്ട് കയറി ആ സീനെല്ലാം എടുത്ത് താഴെ ഇറങ്ങി വന്നപ്പോൾ ഒരു നേവി ഉദ്യോഗസ്ഥൻ വന്ന് ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചതുപോലെ എന്നെ ഓർമ്മയുണ്ടോ, അത് ഈ എറണാകുളം ഷെണായിസ് തിയേറ്ററിൽ അന്ന് പിടികൂടിയ ആ ചങ്ങാതിയാണ്. പക്ഷെ അവർ തമ്മിൽ ലോഹ്യമൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോൾ ഇത്തരം സാഹസികത ചെയ്യുന്നതിന് ഒട്ടും മടിയില്ല. ഇപ്പോൾ ജോസ് പ്രകാശ് ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതി അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹം എപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു അപകടം വരിക എന്നുള്ളൊരു പേടി ഞങ്ങൾക്കല്ലാണ്ട്, കാരണം എത്രമാത്രം വേണ്ടെന്ന് പറഞ്ഞാലും അത് ചെയ്തേ അടങ്ങുള്ളൂ. അതായത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സിനിമകളാണ്. ഈ സിനിമകൾ കണ്ടിട്ട് ആ സിനിമയിൽ കാണിച്ച വില്ലന്മാരോ അല്ലെങ്കിൽ അത്തരം കാണിച്ച അത് വലിയ ടെക്നോളജിയുടെ കാലം അവർ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാതെ അതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയിൽ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് എപ്പോഴും ആലോചന. അങ്ങനെ ചെയ്യുമ്പോഴും ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെ ഒഴിവാക്കിയല്ല, അവരെ കൂടെ നിർത്തും. അവർ പണിയൊന്നും എടുക്കണ്ട, പക്ഷെ അവരുടെ കാശ് കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അവർക്ക്. അതായത് ഇദ്ദേഹം ആ പണിയെല്ലാം ചെയ്യുമ്പോഴും അത് പൈസ അവർക്ക് കിട്ടണ്ട എന്നുള്ള ഭാവമില്ല. അതുപോലെ ഞാൻ ഇത് എഴുതാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാരി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, രവി സാറൊക്കെ ചിലപ്പോൾ അറിയായിരിക്കില്ല, ചാരി എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലത്തെ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇദ്ദേഹം ജയൻ്റെ ഒരു പടം അവിടെ വെച്ചിട്ട് ഒരു മാലയിട്ട് വെച്ചിരിക്കുന്ന തൊട്ടപ്പുറത്ത് ഭഗവാന്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു, പുള്ളിയുടെ ഒരു കാലും ഒരു തളർന്നിരിക്കുക, കൈയും തളർന്നിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ജയൻ്റെ കുറച്ച് പടങ്ങളും എല്ലാം കിട്ടാനുണ്ട്. ആ മനുഷ്യൻ ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ പോയി ഇതെല്ലാം കഴിഞ്ഞ് ഈ പഴയ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫിലിമൊക്കെ എടുത്ത് ആ ദിവസം പ്രിൻ്റ് അടിച്ച് നമുക്ക് തന്നിട്ട് പൈസ കൊടുക്കാൻ അത് വാങ്ങിക്കില്ല. ജയൻ ചേട്ടൻ കാരണമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്, ജയൻ സാറ് കാരണമാണ് ജീവിച്ചിരിക്കുന്നത്, ഇത് കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ പൈസ വാങ്ങിക്കില്ല. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ
പോക്കില്ല. അപ്പോൾ ആ മനുഷ്യൻ വളരെ ദയനീയവും ദരിദ്രവുമായൊരവസ്ഥ. അതുപോലെ ഒരു ജോയി ഉണ്ടായിരുന്നു, ഒരു ടൈലറാണ് അദ്ദേഹം. ആ ജോയി ഇതുപോലെ തന്നെ വസ്ത്രാലങ്കാരകനായി. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ നീ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, നീ കുറച്ചുകൂടി മെച്ചമായിട്ട് നടക്ക് എന്ന് പറഞ്ഞ് അന്ന് 5000 രൂപ കൊടുത്തു. അങ്ങനെ 5000 രൂപ കൊടുത്ത് കടയൊക്കെ ഒന്ന് മൂടി പിടിപ്പിച്ചു. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ പണം ഒരു കണക്കിന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എങ്ങനെയുണ്ട്, കടയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നിൻ്റെ മനസ്സിലെ ആഗ്രഹിച്ചു ഈ ഒരു കടയാണോ? അല്ലെ, കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കണമെന്നുണ്ട്, പക്ഷേ അത് ചെയ്തോളാം സാധിക്കും. പക്ഷേ ഈ പണം തിരിച്ചു മേടിക്കാതെ ആ പണം തിരിച്ച് അയാൾക്ക് തന്നെ കൊടുത്തു. നീ അത് വിപുലീകരിച്ചോ, അതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാണിക്കുന്ന ഒരു ഉദാരമായ മനസ്സുമുണ്ട്. അപ്പോൾ എനിക്ക് ജയദീപം ഈ സംഘടനയോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നതോടൊപ്പം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ആവശ്യക്കാരെ തേടി അവർക്ക് നിങ്ങൾ ഉദാരമായി കൊടുത്തു കഴിഞ്ഞാൽ അവർ അനേകം ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഒരു കാലത്തും ജയൻ്റെ സ്മരണ ഇല്ലാതാവുകയില്ല. എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു ജയനെയാണ് നമുക്ക് ആവശ്യം. കാരണം ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു ജന്മമാണ്. എല്ലാ ആളുകൾക്കും അങ്ങനെ ഇതുപോലെയുള്ള സൗഭാഗ്യം. സിനിമയിലെ നായകനാകാനൊക്കെ പലർക്കും സാധിക്കും, പക്ഷെ ജീവിതത്തിലെ നായകനാകാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അത് സാധന വേണം, അതിനുള്ള മനസ്സ് വേണം. ഇത്ര വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കളങ്കരഹിതമായ ഒരു മനസ്സ്. എപ്പോഴും മറ്റുള്ളവരുടെ പണം നഷ്ടപ്പെടുത്താതെ അവരെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ സിനിമയിൽ വന്നപ്പോൾ തന്നെ, ശാപമോഷത്തിൽ വന്നപ്പോൾ ഒരു ചെറിയ റോളിലാണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു ചെറിയ പാട്ടുണ്ട്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഷീല വരുന്നു, ഷീലയ്ക്ക് അവിടെ അടുത്ത് കാറ്റിത്തിരി കുറവാന്ന് കണ്ടു, ഉടനെ തന്നെ ഒരു ടേബിൾ ഫാൻ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വളരെ ഉത്സുകിതനായി നിൽക്കുന്നു. പിന്നെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാള സിനിമയിൽ ഇത്രയും പൗരുഷമുള്ള, ഇത്രയും സുന്ദരനായ, സൗന്ദര്യമുള്ള ഒരു നടനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഓരോരുത്തരും പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം മനോഹാരിതയുള്ള ഈ ഒരു മനുഷ്യനെ നമുക്കൊരു ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് ദൈവം തന്നതാണ് ആ മരണമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ അനശ്വരനായ നടൻ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ വലിയ മനുഷ്യൻ്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന് വിളിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.